തെരഞ്ഞെടുപ്പ് ഫലം എന്നത് പൊളിറ്റിക്കൽ ബിഹേവിയറിനുള്ള ഫലം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് ഇനിയിപ്പോൾ UDF ബാധകമാകാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ പക്ഷം പിടിക്കുന്നു എന്ന വിമർശനം ഉയർന്നാലും സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും ജനങ്ങളുടെ ബൗദ്ധിക ശേഷിയെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. അവർ സ്വാഭാവികമായും അതിപ്പോൾ മറ്റു നേതാക്കൾ നടത്തിയാലും ഇത്തരം വിലയിരുത്തലുകളിലേക്ക് പോകുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ പറഞ്ഞതാണ് സ്ത്രീകളുടെ വലിയ ഒരു ഒഴുക്ക്. വീണ്ടും BJP അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് വീണ്ടും രണ്ടാമത്തെ സീറ്റ് BJPക്ക്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും രഞ്ജിത്ത് എന്റെ പ്രഡിക്ഷനിൽ രണ്ടാമത്തേത് ഫലം നേടിയിട്ടുണ്ട്. രണ്ട് അതായത് രണ്ടെണ്ണം പിരിഞ്ഞു അല്ലേ? അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള നിരീക്ഷണം മാത്രമാണ്, അല്ലാതെ BJPക്ക് പിന്തുണ എന്നതൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. അങ്ങനെ സഭയിൽ രണ്ട് താമരകൾ മൂന്നുണ്ടാകും. ഇനി അറിയണം. പക്ഷെ 2000-ന് മുകളിലേക്ക് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്റെ ഭൂരിപക്ഷം ഉയർത്തി. അപ്പൊ എന്താ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും O രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള, അതായത് BJP ലേബലിൽ O രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള കേരള നിയമസഭയിൽ ഇത്തവണ ഇതാ 2 BJP അംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷ നിരയിലായിരിക്കുമെന്നതാണ്. ഒരിക്കൽ O രാജഗോപാൽ ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, PC ജോർജ് അല്ലെ, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച. ഇത്തവണ എന്തായാലും നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ കൂടിയുണ്ട്. ചാത്തന്നൂരിനൊപ്പം നേമത്ത് കൂടി BJP വിജയക്കൊടി പാറിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സീറ്റുകളിൽ മോദി വൈകിട്ട് 7 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു. അത് ബംഗാളിലെയും അസമിലെയും ജയം പറയാൻ വേണ്ടി, ജനത്തോട് നന്ദി പറയാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും ഈ 2 പേരുകളും പ്രധാനമന്ത്രി പരാമർശിക്കും. ഞങ്ങൾ തിരിച്ചു വന്നു കേരള നിയമസഭയിൽ എന്ന് പറയും. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ശേഷം BJP രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ നേടിയെടുക്കുന്ന വലിയ വിജയമായി ഇത് ആഘോഷിക്കപ്പെടും. സംശയമില്ല. കുറഞ്ഞത് 8 മണ്ഡലങ്ങളിലെങ്കിലും BJP 2ാം സ്ഥാനത്താണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ BJP പിടിച്ച വോട്ടുകൾ ആരുടേതാണ്. സ്വാഭാവികമായും അതിപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് എന്നുള്ള പ്രധാനപ്പെട്ട കണക്കിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ചരിത്രമാണ്. BJPക്ക് മിന്നുന്ന പ്രകടനം. ശിവകുമാർ തോറ്റു അരുവിക്കരയിൽ. ശിവകുമാർ തോറ്റു. അവിടെ G. സ്റ്റീഫൻ ജയിച്ചു. അത് വലിയ തിരിച്ചടിയാണ്. അതായത് ഈ ഒഴുക്കിനിടയിൽ, അതായത് ഞാൻ അല്പസമയം മുമ്പ് ചോദിച്ചിരുന്നു വൻമരങ്ങൾ ഏതെങ്കിലും വീണിട്ടുണ്ടോ കോൺഗ്രസിലെന്ന്. ഇതാ ഒരു വൻമരം, അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരാൾ തന്നെയാണ് ശിവകുമാർ. മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്, അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവാണ്. ഇത്തരത്തിലൊരു വലിയ കാറ്റ് UDFന് അനുകൂലമാവുകയും അത്രമേൽ പ്രമുഖരല്ലാത്തവർ പോലും വിജയിച്ചു കയറുകയും ചെയ്യുമ്പോൾ അവിടെ ഇതാ VS ശിവകുമാറിന് തോൽവി മടക്കുന്നു എന്നതാണ് പരാജയമാണ്. 29,932 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. വൻ പരാജയത്തിലേക്ക് K. സുരേന്ദ്രൻ പോവുകയാണ്. BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്ന A ക്ലാസ് മണ്ഡലത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ തോൽക്കുന്നത് 30,000-നടുത്ത് വോട്ടുകൾ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ സ്ഥാനാർത്ഥിയെ കിട്ടിയ വോട്ടിന്റെ കണക്കെടുത്ത അത്ഭുതമാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ SDPI സ്ഥാനാർത്ഥി അടക്കം മത്സരിപ്പിച്ചിരുന്നു. അത് പിന്നീട് പിൻവാങ്ങുന്ന SDPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറിയേക്കുമെന്നൊക്കെയായിരുന്നു. മകൻ അബു ജോസഫിന്റെ ഭൂരിപക്ഷം 35,000-ന് മുകളിലാണ്. തൊടുപുഴയിൽ അബു ജോസഫിന്റെ ഭൂരിപക്ഷം, അച്ഛനെയൊക്കെ കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം 35,000-ന് മുകളിൽ അബു ജോസഫ് ഭൂരിപക്ഷം നേടുന്നു. അവിടെ ഇടുക്കി തൂത്തുവാരി എടുത്തിരിക്കുകയാണ് UDF എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അവിടെ മന്ത്രി റോഷി അഗസ്റ്റൊക്കെ പരാജയപ്പെടുന്നത് 18,000-19,000 വോട്ടുകൾക്കാണ്. എന്തൊരു മാറ്റമാണ് കേരളത്തിൽ. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. IT മേഖലയിൽ നിന്ന് തിരിച്ചു വന്ന് സജീവ രാഷ്ട്രീയത്തിൽ മുന്നേറ്റം നടത്തുകയാണ് അബു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ അവിടെ വിമർശനം ഉണ്ടാകാം. പക്ഷേ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എപ്പോഴും അതങ്ങനെയാണല്ലോ. ഗണേഷ് കുമാറിനെ എടുത്താൽ ബാലകൃഷ്ണ പിള്ളയുടെ മകനാണ്, അനൂപ് ജേക്കബിനെ എടുത്താൽ TN ജേക്കബിന്റെ മകനാണ്, KM മാണിയുടെ മകനായി ജോസ് K. മാണി വന്നു. അപ്പോൾ അബുവും വരുന്നു. PJ ജോസഫ്. ജനങ്ങളെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്നങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ അല്ല, അതെ, അതാണല്ലോ. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ആ കാരണങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. വിശദമായി പരിശോധിച്ചതിന് ശേഷം Rajiv Chandrasekhar. Very strong anti-incumbency against the CPM.
these elections were more about throwing out the CPM. And we have put forth a very comprehensive vision of our Prime Minister of development and opportunity for all Malayalis. And we are happy that today there are 2 MLAs in the Assembly for the first time in the history of Kerala that will be representing the NDA and representing the people of Kerala. So there was a time in the parliament This has been a very strong showing for we contested as BJP 98 seats, as NDA in 140 seats. When the numbers come out tonight or tomorrow, you will see that the BJP has gained significantly in terms of vote share. And more importantly, we will play the role of a constructive opposition that the state had not had for the last 10 years. We will be fighting for the people of Kerala. We may be only 2 MLAs, but we will fight tooth and nail for the rights and for a better future for all people of Kerala. So in the history of India, there was a time when the BJP had only 2 seats in the parliament. And from there, you're now ruling the country, you've been ruling the country. Is that the way that Kerala is going to go? No, look, this is not for us to decide. We are not arrogant. We are not an arrogant party. The Congress party and the CPM, throughout these elections, both parties kept saying that they will lock Kerala and will not allow the entry of BJP and the NDA into the Kerala Assembly. Both the Congress said it and the CPM said it. The people of Kerala, Malayalis have decided no, that the people who will... കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.